ഹായ് ബോസ്, ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ? ഇല്ല, ഒരു വിവരവുമില്ല. ഇനി പോലീസിൻ്റെ പിടിയിലായെന്നും അറിയില്ല. പക്ഷേ ബോസ്, ഇത്രയും എമൗണ്ടിൻ്റെ ഈ ചരക്ക് നമ്മൾ വെച്ചിരുന്നാൽ നമ്മളും അകത്താവും. അതിനു മുമ്പിട്ട് എത്രയും പെട്ടെന്ന് ബോംബെയിലെത്തിക്കണം. ഇത് ബോംബെയിലെത്തിയാൽ നമ്മുടെ കാര്യം ഓക്കെ. അവിടുന്ന് പൈസയുമായി നേരെ ദുബായ്. നീ പെട്ടെടുത്ത് വിട്ടോ. നിക്കണവിടെ. നീ ഒന്ന് ഒറ്റ രക്ഷപ്പെടത്തില്ല. ഐ വിൽ ഷൂട്ട് യു. അയ്യോ, എന്നെ കൊല്ലല്ലേ സാറേ, എന്നെ കൊല്ലല്ലേ സാറേ, ഞാൻ എല്ലാം പറഞ്ഞോളാമേ. എടാ ഡാൻസാ, എന്താടാ ഇത്? പാതിരാത്രി മുഴുവനും വായി നോക്കി നടന്നേച്ച് രാവിലെ വന്ന് പിച്ചും പേയും പറയുന്നു. എഴുന്നേറ്റ് പോടാ. അയ്യോ, സ്വപ്നമായിരുന്നു ഇത്. എടി, അവനാ ചായ അങ്ങ് എടുത്തു കൊടുക്ക്. ഇനി അത് ചൂടാക്കാനൊന്നും പറ്റത്തില്ല. എടാ, ആ ചായ എടുത്തു കുടിക്ക്. നിനക്ക് എന്താ കോളേജിലൊന്നും പോകണ്ടേ? എഴുന്നേക്ക്, എഴുന്നേക്കടാ. മമ്മി, ദേ ഇവനെ എഴുന്നേൽക്കുന്നില്ല. എടി, അവന്റെ ദേഹത്ത് ഇത്തിരി വെള്ളം കോരി ഒഴിക്കേ. രാത്രി മുഴുക്കെ ആരുടെയൊക്കെ കൂടെ കറങ്ങിയേച്ചും വെളിവില്ലാതെ വന്ന് കിടക്കുക. പഠിക്കാൻ പോണോന്ന് യാതൊരു ചിന്തയില്ല. അപ്പുറത്ത് അനിലും ആശയൊക്കെ കോളേജിൽ പോയി. ഇവിടെ ഒരുത്തൻ എഴുന്നേറ്റിട്ട് പോലുമില്ല. ഒന്ന് എഴുന്നേക്കടാ അങ്ങോട്ട്. നിങ്ങളും പണി നോക്കാമേ. മനുഷ്യ കുറച്ച് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. നിങ്ങളൊന്ന് പോയി തരാമോ? പോയി തരാമടാ ഞാൻ. നിന്റെയൊക്കെ അപ്പം മരിച്ചിട്ട് നിന്നെയൊക്കെ ഇത്രത്തോളം ആക്കി. ഇനി നിന്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്. അമ്മ അപ്പുറത്തേക്ക് എങ്ങാനും പോയിക്കോ. അവന് ഇഷ്ടമുള്ളപ്പോ അവൻ എണീക്കട്ടെ. ആ ഫോണൊന്നും എടുത്തേ. ഹലോ, ആ സ്റ്റീവേട്ടനാണോ? പുള്ളിക്കാരൻ ഇതുവരെ നേരം വെളുത്തിട്ടില്ല, കിടക്കുവാ. ഞാനിപ്പം കൊടുക്കാം. ദേ സ്റ്റീവേട്ടനാ. ഹലോ. അയ്യോടാ, ഞാൻ ലേറ്റായി. സോറി. നീ പെട്ടെന്ന് വാ, ഞാൻ റെഡിയാ. പുട്ടൊന്നും എനിക്കാണ് എന്നൊരു പുട്ട്. അല്ലടാ, നിനക്ക് ഞാൻ എന്നും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം. ഇതെങ്കിലും ഉണ്ടാക്കാൻ പെടുന്ന പാട് മനുഷ്യനറിയാം. നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടട്ടാ. അന്ന് നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാനറിഞ്ഞു. അമ്മേ, അതിലുള്ള വേദന ഞാനറിഞ്ഞു. അയ്യോ, നാണമില്ലോടാ എനക്ക്? വല്ല പെമ്പിള്ളേരെ കൈ കൊണ്ട് അടി മേടിക്കാൻ. വല്ലാതെ കരിഞ്ഞ് നാർന്ന അളിയാ. നിനക്കൊന്നും ഒരു പുത്തരി അല്ലല്ലോ. ഇതിപ്പോ ഞങ്ങള് മാത്രല്ലേ കണ്ടോളൂ. പോട്ടെ പോട്ടെ, സാറില്ല. അതൊക്കെ പോട്ടെ. എന്താ പരിപാടി? എന്തുവാ? അടിയോ കിട്ടി നിനക്ക്? ഇന്ന് ക്ലാസ്സിലോട്ട് പോണോ? ശരി അളിയാ, ഈ വളിപ്പ് മാറണമെങ്കിൽ ഇതിലും വലിയൊരു വളിപ്പിന് പോണം. അതുകൊണ്ട് നമുക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയ്ക്ക് പോവാം. അതാ നല്ലത്. ഒരു രക്ഷയില്ല. ഞാൻ 3 പ്രാവശ്യം പോയി, എന്നിട്ടും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. ഇത് എന്ത് സൗണ്ടാണ് അത്? തൊണ്ടിലെന്ത് തവള പറ്റി കിടക്കും. ഒന്ന് പോടാപ്പ. നിന്നെ പോലെ അവരുടെ മോളെ പെണ്ണുങ്ങളെ വെച്ചെടുത്ത് തൊണ്ടളഞ്ഞല്ല. ഇത് ഞാനേ ഞങ്ങളുടെ പള്ളിയിൽ പാട്ടുപാടി എന്റെ തൊണ്ട പോയതാണ്. എന്തുവാണ് നിന്റെ മുഖത്തൊരു വല്ലായക?
ഇന്നത്തെ ഹാങ് ഓവർ പോയില്ലേ? ഓ വയ്യടാ, ശരീരത്തിന് ഒരു ഉന്മേഷമില്ല. ഇന്നലത്തെ ഹാങ് ഓവർ ആണെന്ന് തോന്നടാ. രാവിലെ ഒരെണ്ണം അടിച്ചാലോ? നിങ്ങ അടിച്ചു, അവന് കൊടുക്കണ്ട, അവനിപ്പൊ തന്നെ ഒരെണ്ണം കിട്ടിയല്ല. എടാ ഞാഞ്ഞൂളാ, പോടാ പോടാ പോടാ. അതിനെ കയ്യിൽ ചൊളയുണ്ട, ചൊള ഉണ്ടെങ്കിൽ എടുക്ക്, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ആ കീഞ്ഞറേ. എൻ്റെ കയ്യിലായ പൈസ ഇല്ലടേ. മമ്മി അടുത്ത് ചോദിക്കാനും എന്നെ കൊണ്ട് വയ്യ. അല്ല ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദേ ഇന്ന് ഞാൻ മേടിക്കാം, പക്ഷെ എനിക്ക് പൈസ തരണം. നാളത്തെ കണക്കങ്ങാണോ എനിക്ക് ദേഷ്യം വരും. ഒന്ന് അടക്കടേ. നാളെ എന്തുവായിരുന്നു എനിക്ക് പൈസ ഒപ്പിച്ചു നീ പോരെ. എടാ മച്ചാ, ഞങ്ങൾ ഏതായാലും ഇപ്പൊ ഇവിടെ നിക്കല്ല. നമ്മുടെ ആ ഹില്ലർ ഉണ്ടല്ലോ പ്രൊഫസർ, അവനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എപ്പാ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഞങ്ങൾ ആ മറൈൻ ഡ്രൈവേ കണ്ടേക്കാം, നീ വിളിച്ചാൽ മതി കേട്ടോ. സമയടാ, അവന്മാരെ കാണുന്നില്ല. ഞങ്ങളെ പള്ളിക്കാരാ, ഞങ്ങളെ പാസ് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. അവരുടെ സ്വർഗസ്നായ ഒരു പിതാവ്. നീ ഇതെവിടെയായിരുന്നടാ? എടാ നിന്നോടാ ചോദിച്ചേ, നീ ഇതെവിടെയായിരുന്നെന്ന്. എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയോ? എന്ത് പാർട്ടി? മനസ്സിലായില്ല? അത് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ. എടാ എനിക്കെല്ലാം അറിയാം. നീ ഇന്ന് കോളേജിൽ പോയില്ലല്ലേ? കോളേജിലൊക്കെ പോയി, പക്ഷെ നീ ക്ലാസ്സിൽ കയറിയില്ല. എടാ എടാ നീ കുടിച്ചിട്ടുണ്ടോ? എന്റെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ കൂടുതൽ ഇടപെടരുത്. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. നിനക്കറിയാമല്ലേടാ, ഈ പ്രായമായ കൊച്ചിന്റെ കാര്യം നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ കരുതി നീ നന്നാവുന്നു. പക്ഷെ നീ നിങ്ങളുടെ വിചാരം എന്താ തള്ളേ? എനിക്ക് വല്ലാതെ വരുന്നു. തള്ളയായിപ്പോയി. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? നീ എന്നെ തല്ലുവാടാ? നീ തല്ലടാ. തല്ല് മാത്രമല്ല, വേണമെന്ന് വെച്ചാൽ നിങ്ങളെ കൊല്ലും. എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടല്ലോ.
ഇറങ്ങടാ ഇറങ്ങടാ വെളിയിൽ. എനിക്കിനി ഇങ്ങനെ ഒരു മകനില്ല. ഇനി എനിക്ക് നിന്നെ കാണണ്ട. ഇറങ്ങടാ. ഒരു തള്ളയും മോളും നിങ്ങൾ അനുഭവിക്കും തള്ളേ. ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. അമ്മേ ചേട്ടൻ പോകുന്നു. അവൻ എങ്ങും പോകത്തില്ല മോളെ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അവനെ മടക്കി കൊണ്ടുവരും. മോനെ, ചോറ് കഴിക്കടാ. അമ്മ മീൻകറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കടാ മോനെ. ഓ, എന്നും ഒരു മീൻകറി. വല്ല ചിക്കനോ വല്ല ഉണ്ടാക്കിക്കൂടായമ്മ. ചേട്ടാ ഒന്ന് വാടോ, എനിക്ക് വിശക്കണു.
അമ്മേ ദേ ചേട്ടൻ. അമ്മേ മോനെ, എന്റെ മോനെ, നീ എവിടെയായിരുന്നടാ ഇത്രയും നാൾ? നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. നിന്നെ കാണാൻ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്റെ മോനെ. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചമ്മേ. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നില്ലമ്മേ. ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എനിക്ക് തന്നെ അറിയില്ലമ്മേ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി എന്നെ എങ്ങോ കൊണ്ടുവന്ന് എത്തിച്ചു. അതെൻ്റെ ബുദ്ധിയെയും ആരോഗ്യത്തെയും കാർന്നു തിന്നമ്മേ. സാരമില്ല മോനെ, എനിക്കറിയാമായിരുന്നു നീ ഒരിക്കൽ നന്നാകുമെന്ന്. അതായിരുന്നു മോനെ എൻ്റെ പ്രാർത്ഥന. എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ മനസ്സിലാക്കിയമ്മേ. ഒരുപക്ഷെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. എൻ്റെ മോൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് ഇനി പോകരുത്. ഇല്ലമ്മേ, ഇനി ഞാൻ ഒരു തെറ്റിലേക്കും പോകില്ല. ഇനി ഞാൻ എൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എല്ലാത്തിലും ഉപരിയായി എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി തീർന്നമ്മേ. നമ്മുടെ ദൈവം വിശ്വസ്തനാ മോനെ. അവന്റെ വഴിയെ നടന്നാൽ അവൻ സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകും.